മന്ത്രി വീണ ജോർജിന് അടി കിട്ടിയതും ആശുപത്രിയിലായതുമൊക്കെ ഇന്നലെ തന്നെ വാർത്ത ചെയ്ത് അവസാനിപ്പിച്ചതാണ്. പക്ഷെ FIR ഇന്നാണ് കയ്യിലെത്തിയത്. FIR കയ്യിലെത്തിയപ്പോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്തം വിട്ടുപോയി. ഒരു മന്ത്രിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുള്ള നാട്ടുകാരുടെ, സാധാരണക്കാരുടെ, ജനങ്ങളുടെ അവസ്ഥ എന്താണ്? രണ്ട് കാര്യങ്ങൾ പറയാതെ പോയാൽ പ്രശ്ന. അതിന് ആ നാൾ വഴി തന്നെ നമുക്ക് വരാം. മന്ത്രിയെ KSU പിള്ളേര്, മന്ത്രി എങ്ങോട്ടോ യാത്ര ചെയ്യാൻ വന്ദേ ഭാരതി പോകാനായിട്ട് വന്ന മന്ത്രിയെ തടഞ്ഞ് കൈയടിച്ചൊടിച്ച്, അതുപോലെ കഴുത്തിന് വെട്ടി, മാരകായുധങ്ങളുമായിട്ട് ആക്രമിച്ച്, ദേഹമാസകലം അടിച്ച് ചതച്ച്, ഏതായാലും പയ്യന്മാരെ 4-5 ചെക്കന്മാരുണ്ടായിരുന്നത്, ആ ചെക്കന്മാരെ അപ്പൊ തന്നെ കൊണ്ടുപോയി. അവർ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി. ഏതായാലും ഈ മന്ത്രിയെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയത് ജില്ലാ ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഏക്കില്ല. ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ CPM-ന്റെ സ്വന്തം ആശുപത്രി, അവരുടെ തറവാട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഏൽക്കില്ല. അവിടെ ഏൽക്കാതെ വന്നപ്പോൾ അവിടുന്ന് നേരെ പരിയാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക്, പരിയാരത്തെത്തി കഴിഞ്ഞു, നേരെ ICU-ലേക്ക് കയറ്റി. പിന്നെ MRI ആയി, അതായി ഇതായി എല്ലാം എടുക്കുന്നു. അനങ്ങാൻ വയ്യ, കഴുത്തിന് കോളറൊക്കെ ഇട്ട് അങ്ങനെ കിടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സെൽഫി ഉണ്ട് കേട്ടോ. കാണുന്ന സെൽഫി ഉണ്ടല്ലേ, അവിടുത്തെ ആൾക്കാർക്ക് മന്ത്രിയെ കണ്ടപ്പോൾ, ഇത്രയും കാര്യപ്രാപ്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ കാണുമ്പോൾ അവർക്കൊരു സെൽഫി എടുക്കണം തോന്നി. മന്ത്രിക്ക് കഴുത്ത് അനക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കട്ടിലോടെ പൊക്കി വെച്ചിട്ട് ഒരു സെൽഫിയും എടുത്തു. ഈ സെൽഫി സത്യത്തിൽ ഇപ്പൊ വിവാദമായിരിക്കുകയാണ്. കാരണം എത്രത്തോളം ഗുരുതരമായ ഒരു രോഗിയെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് സെൽഫി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണത് വന്നതെന്ന് അറിയാൻ വയ്യ. മാത്രമല്ല, മുഖ്യമന്ത്രി വന്ന സമയമുണ്ട് ഇതിനു മുമ്പ്. മുഖ്യമന്ത്രി വന്ന സമയത്ത് കഴുത്തിനക്കാൻ കഴിയാതെ തന്നെ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടക്കും, ശവാസനത്തിൽ കിടക്കായിരുന്നു ശരിക്ക് മന്ത്രി. അത്രത്തോളം പരിക്കുള്ള ആളാണ്. മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അതോ അതിന് മുമ്പോ, ഈ സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ കട്ടിലൂടെ പൊന്തിച്ചത്. എന്നാൽ ഈ കട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഒന്ന് പൊന്തിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം അദ്ദേഹത്തിന് വന്നേനെ. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയാണല്ലോ. ആ നിലയ്ക്ക് മരണാസന്നയായി കിടക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല എന്നറിയുമ്പോൾ ഒരു ആശ്വാസം അദ്ദേഹത്തിന് കിട്ടിയേനെ. വയസ്സായ മനുഷ്യനല്ലേ. ഇനി അതുവല്ലോ കെട്ടുവല്ല അറ്റാക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ പെട്ടുപോകും. പോട്ടെ, എന്തായാലും അത് പ്രശ്നമില്ലാതെ എങ്ങനെ പോയി എന്ന് പറയാം. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഒരു ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നോർമലി പറ്റില്ല എന്ന് നോക്കി കഴിഞ്ഞാൽ നേരെ ICU-ലേക്ക് കയറ്റും. ICU-ൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ ഡിസ്ചാർജ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അവിടെ നിന്ന് നേരെ ഇറക്കി പുറത്ത് കിടത്തി റൂമിലോ വാർഡിലോ എവിടെയെന്ന് വെച്ചാൽ ഒന്ന് കിടത്തി, ഒന്ന് ഒബ്സർവേഷനിലൊക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടത്തി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ഡിസ്ചാർജ് ചെയ്ത് വിടും. അതിന് ചില സമയവും കാലമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമെന്നറിയാമോ? വളരെ ഗുരുതരാവസ്ഥയിൽ, വളരെ ഗുരുതരാവസ്ഥയിൽ ICU-ൽ അഡ്മിറ്റ് ആക്കിയിട്ടിരുന്ന, ഇത്രയും കഴുത്തിന് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന, ദേഹമാസകലം ചതവ് പറ്റിയ, കൈയൊക്കെ അടിച്ച് ഒടിച്ച, അത്രയും വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്ന ഈ ആരോഗ്യമന്ത്രി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്, മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരെ പറഞ്ഞു വിട്ടു, അവരെ നമുക്ക് ആവശ്യമില്ലല്ലോ, കേരളത്തിന് ഉപകാരമില്ലല്ലോ എന്ന് പറയാം. പക്ഷെ കേരളത്തിലെ സ്വന്തം ആരോഗ്യമന്ത്രിയെ അവർ രാത്രി ഏതാണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് 5 മണിക്ക് മുമ്പ് പടിയിറക്കി വിട്ട്, ICU-ന്ന് ഇറക്കി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നാ പറയുന്നത്. 2 വർത്തമാനമാണ് പറയുന്നത്. ഒന്ന് മന്ത്രി ഡിസ്ചാർജ് വാങ്ങി പോയി എന്ന് പറയുന്നുണ്ട്. അതായത് ICU-ന്ന് ഒരു പക്ഷേ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തെയോ ആദ്യത്തെ രോഗിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു ഈ വീണ ജോർജ്. ഒരു അടുത്ത PSC-ക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ PSC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, കാശ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യമൊക്കെ ഇനി അടുത്തതിന് പ്രതീക്ഷിക്കാം. ഏതായാലും 4-4:30 മണി സമയത്ത് ഡിസ്ചാർജ് ചെയ്ത ശേഷം അവരെ കൊണ്ടുപോയ രീതി അത് അത്ര സുഖമായ രീതിയല്ല. അതിന് വളരെ ശക്തമായ പ്രതിഷേധം എനിക്കും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തായാലും പ്രതിഷേധിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പണിമുടക്ക് കൂടി നടത്താൻ പറ്റുമെന്ന് നോക്കണം. കാരണം അത്രത്തോളം ക്രൂരതയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഈ വീണ ജോർജ് എന്ന് പറയുന്ന അത്രത്തോളം ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്ന രോഗിയോട്, സഹപ്രവർത്തകയോട് കാണിച്ചത്. കാരണം അവിടെ നിന്ന് ICU-ൽ നിന്ന് പുറത്ത് ചാടിച്ചു. യാതൊരുവിധ ഒരു പരിഗണനയും ഇല്ലാതെ, അവിടെ നിന്ന് ഒരു ആംബുലൻസ് പോലും അറേഞ്ച് ചെയ്യാതെ, യാതൊരു പരിഗണനയും കൊടുക്കാതെ, ഇപ്പൊ റോഡ് പണി നടക്കുന്ന സമയത്ത് ഈ പൊടിയും അതും എല്ലാം സഹിച്ചുകൊണ്ട് സ്വന്തം കാറിൽ, മന്ത്രിയുടെ കാറിൽ പോയാൽ മതി എന്ന് പറഞ്ഞു വിട്ടുന്നു. സത്യത്തിൽ ഒരു ഹെലികോപ്റ്ററെങ്കിലും അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ഉണ്ട്, വെറുതെ അവിടെ കിടക്കണം, അതൊന്ന് കൊണ്ടുവന്നിട്ട് അവർ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാ. ഇതെന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരുടെ ജീവനും ജീവിതവും എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട പിണറായി ആഭ്യന്തരമന്ത്രി എന്നാൽ ഇതൊന്നും ചെയ്യാതെ നേരെ തൂക്കിയെടുത്ത് കാറിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇതുപോലെ പരിക്കും പറ്റിയിട്ടുള്ള ഒരു മന്ത്രിയെ ഇത്ര ലാഘവത്തോടു കൂടിയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്താ? ഒരു സാധാരണക്കാരായ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ഏത് വിധത്തിലായിരിക്കും ഇവർക്ക് കൈകാര്യം ചെയ്യാം? ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്.
ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു വന്ന കാര്യം വിട്ട് നിൽക്കുകയാണ്. എഫ് ഐ ആർ കണ്ടാൽ ഭയങ്കര രസമാണ്. ഇട്ടേക്കുന്ന വകുപ്പുകൾ, അതായത് ഒരു കാര്യം കൂടി, റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ RPF ആണ് കേന്ദ്ര സർക്കാരിന്റെ കേട്ടോ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതാണ് അവരുടേത്. റെയിൽവേ പോലീസ് നമ്മുടെ കേരള പോലീസ് തന്നെയാണ്. പക്ഷേ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ അവർ കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ. സന്ദർഭമായിട്ട് ഒന്ന് സൂചിപ്പിച്ചതാണ്. റെയിൽവേ പോലീസ് ഇട്ടിട്ടുള്ള 67-ാം നമ്പർ FIR 2026 FIR പോലീസ് സ്റ്റേഷനിൽ കണ്ണൂർ റെയിൽവേ ആണ് കേട്ടോ. അതിൽ ഇട്ടേക്കുന്ന വകുപ്പുകൾ നോക്കൂ. ഭാരതീയ ന്യായ സംഹിതയിലെ 189(2), 191(2), 126(2), 115(2), 118(1), 121(1), 109(1), 190, 191(3), പിന്നെ റെയിൽവേ ആക്ടിലുള്ള 147, 145 ഈ 2 വകുപ്പുകളും കൂടെ ചേർത്തിട്ട് എത്ര വകുപ്പുകളാണ് നോക്ക്. ഈ KSUക്കാരെന്താ ചെയ്തത്? മന്ത്രി വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന സമയത്ത് എൻട്രൻസ് കഴിഞ്ഞ ഉടനെ ഈ KSUവിന്റെ പിള്ളേരന്മാർ 5 പേര് വന്നിട്ട് ആദ്യം ഗൺമാനെ അങ്ങോട്ട് അടിച്ച് പൂശിയില്ല, നിലത്തിട്ടു. അയാളെ കൊന്നൊന്നിനെ അറിയാൻ വയ്യ. ഏതായാലും അയാളെ മൂലക്കിട്ടതിന് ശേഷമാണ് മന്ത്രിയുടെ മേലെ കുതിര കയറാൻ പോയത്. എന്നാൽ ഈ സമയത്തൊക്കെ 10-30 പോലീസുകാരുണ്ടായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം മന്ത്രി ഓർഡർ കൊടുത്തിരുന്നില്ല. എങ്കിലും നമുക്കൊന്ന് വായിക്കാം, എന്താണ് ഇവരുടെ മൊഴിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇട്ടുവച്ചേക്കുന്ന നോക്കുക. FIRന്റെ ആ ഒരു വായന എന്ന് പറയുന്നത് ഇന്ന് 25/2/2026 തീയതി 15:15 മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജും പരാതിക്കാരനായ ഗൺമാനും കൂടി പരാതിക്കാരനാണ് ഗൺമാൻ കേട്ടോ, തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എൻട്രൻസിൽ എത്തിയ സമയം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരുദ്ധമായി ഏതോ ആയുധവുമായി സംഘം ചേർന്ന 1 മുതൽ 5 വരെ കൂടിയ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കരികുടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ട് അടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുകയും പരാതിക്കാരനെയും മന്ത്രിയുടെയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നും മറ്റും. അതാണ് മൊഴി. അല്ല FIR എഴുതിയിട്ടേക്കുന്നത്. ദൈവമേ, ഇനിയിപ്പോ അതിനൊരു മൊഴിയുണ്ട് കേട്ടോ, പ്രഥമ വിവരം ഉണ്ട് തൊട്ട് താഴെ. അവസാനത്തെ പേജിൽ കിടക്കുന്നത് 6/6 ഇന്ന് 25/2/2026 15:15 മണിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജും പരാതിക്കാരനായ ഗൺമാനും കൂടി തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എൻട്രൻസിൽ എത്തിയ സമയം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1 മുതൽ 5 കൂടിയ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷൻ അതിക്രമിച്ച് കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിനും ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ട് അടിക്കുകയും തടഞ്ഞു വെക്കുകയും പരാതിക്കാരന്റെയും മന്ത്രിയുടെയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കുറ്റത്തിന് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സന്തോഷ് PK 21 മണിക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഗൺമാൻ അഭിലാഷ് MS എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷനിൽ ഹാജരായി. ഈ സമയം കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ CR നമ്പർ പിന്നെ ബാക്കി കാര്യങ്ങൾ കുറേ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യൻ റെയിൽവേസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു, മൊഴി ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് വളരെ വിശാലമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് FIR. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നറിയാം, ഈ FIR കൊണ്ട് പോലീസ് അടപടലം പെടാൻ പോവാണ്. കാരണം KSU പ്രവർത്തകരായിട്ടുള്ള 5 പേർ, ആ 5 പേർക്കെതിരെ കൊലപാതക ശ്രമത്തിലാണ് കുറ്റം. കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം, മർദ്ദനം, ഗൺമാനെ തല്ലിയത്, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വകുപ്പുകൾ ഇട്ടിട്ട് ഇതെല്ലാം കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ ഞെട്ടിപ്പോവില്ലേ കോടതി. അങ്ങനെ എന്തായാലും കോടതി ഞെട്ടി നേരെ കൊടുത്തു റിമാൻഡിലേക്ക് വിട്ടേക്കാണ്. ആ റിമാൻഡിൽ പോയതിന് കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണ്ടേ? എന്തെടുത്താണ് റിപ്പോർട്ട് കൊടുക്കുക? ഇപ്പോൾ ഇന്നലെ മുതൽ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം, പോലീസ് സേന കയറി ഇറങ്ങാണ്, റെയിൽവേ സ്റ്റേഷന് മൊത്തം അരിച്ചു പറക്കി, ഒരു തെളിവ് കിട്ടിയില്ല. പറഞ്ഞാൽ മന്ത്രിയുടെ അടുത്തേക്ക് ഒരു KSU പ്രവർത്തകനും പോകുന്നതിൻ്റെ ഉള്ള ഒരു വിഷയം കിട്ടിയില്ല. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ എതിർത്തെങ്കിലും ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്ത യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ കണ്ടൂടാ, അങ്ങനെയുള്ള യൂട്യൂബർമാരും മറ്റു പലരും അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരെ സമീപിച്ചു. ഏതെങ്കിലും വിഷ്വൽ ഒരു അവ്യക്തമായിട്ടെങ്കിലും ഇല്ല, ഒന്നും കിട്ടാനില്ല. ചുരുക്കം പറഞ്ഞാൽ അരച്ച് കലക്കി എങ്ങനെ പരിശ്രമിച്ചിട്ടും ഈ KSU പ്രവർത്തകർ ഈ പറയുന്ന മന്ത്രിയുടെ അടുത്തേക്ക് ചെന്നതായിട്ടുള്ള ഒരു തെളിവും എവിടെയും ഇല്ല.
എന്തു പറഞ്ഞ റിപ്പോർട്ട് കൊടുക്കുക. ഇനി കട്ടകാലത്തിനും കാണാം, ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിലുള്ള കഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പോലീസുകാരുടെ കഥ എന്തായാലും പ്രശ്നമാണ്. ഈ UDF അല്ല ഇനി LDF ആണെന്നുണ്ടെങ്കിലും ഈ പയ്യന്മാരെ കോടതി പോകില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? അവന്മാരെ ഒരു കാരണമില്ലാതെ കരിങ്കൊടി കാണിച്ചതന്നല്ലേ പിടിച്ചകത്തിട്ടേക്കുന്നത്. ഇവിടെ ചെടിച്ചട്ടി കൊണ്ടും അല്ലെ ഹെൽമറ്റ് കൊണ്ടും ഒക്കെ തല അടിച്ച് പൊട്ടിച്ച് അവന്റെ ഊരയും നട്ടെല്ലും അടിച്ച് പൊട്ടിച്ചിട്ടൊന്നും ഇവിടെ ഒരു കേസും ഉണ്ടായിട്ടില്ല. അതിനെ രക്ഷാപ്രവർത്തനം മന്ത്രി വിളിച്ചേ. എന്നാൽ ഇവിടെ കരിങ്കൊടി കാണിച്ചതിന്, കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് പയ്യന്മാരെ അകത്തിട്ടേക്കാണ്. ഇവരിങ്ങനെ പറയും, കേസെടുക്ക്, അതെടുക്ക്, ഇതെടുക്ക് എന്നൊക്കെ പറയും, ആവേശമൂത്ത് പറയും. അവര് രക്ഷപ്പെട്ടു പോവും. തൊപ്പി പോണതും പെരയിലിരിക്കണതും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരുന്നതും പെൻഷൻ പറ്റിയാലും കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ കയറി ഇറങ്ങേണ്ടി വരുന്നതും ഈ പാവം പോലീസുകാരാണല്ലോ. Different angles. Don't forget to subscribe and support this channel.